അപ്പൊ അങ്ങനെ നടക്കട്ടെന്ന് മനസ്സിലാക്കുക. മൃതദേഹത്തെയാണ് അയാൾ ബലാത്സംഗം ചെയ്തത്, ഇയാളെ ശിക്ഷിക്കേണ്ടതില്ല. ജീവിച്ചിരിക്കുകയായിരുന്നില്ല ബലാത്സംഗം നടന്നത്. അപ്പൊ മരിച്ച മനുഷ്യനെ ബഹുമാനിക്കണ്ട, അത് സംസ്കാരമാണ്. ഒരു മരണപ്പെട്ട മനുഷ്യന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ മുഹമ്മദ് നബി എഴുന്നേറ്റ് നിന്ന് ആദരിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ആരോ ഉണർത്തിയിട്ട് പറഞ്ഞു അതൊരു ജൂതന്റെ ദേഹമാണ് നബിയെ എന്ന്. വെറുതെ പറഞ്ഞതാണ്, വിയോജിപ്പെന്ന് പറഞ്ഞതല്ല, അറിയിച്ചു കൊടുത്താണ്. ഉടൻ തന്നെ അവിടെ നിന്ന് ചോദിച്ചു അതൊരു മനുഷ്യനല്ലേ എന്ന്. അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുന്നത്. എന്റെ അറിവിയോടെ ഞാൻ പറയാം, അതൊരു നഫ്സല്ലേ, ഒരാത്മാവുള്ള മനുഷ്യനല്ലേ എന്ന് പുണ്യനബി തിരിച്ചു ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മതങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ചിലത് പറയുമ്പോൾ മാത്രം ഓർമ്മയിൽ വരുന്നത് ഓരോ സംഭവത്തിൽ ഏതിലായില്ലാത്തത് എത്രമാത്രം ആദരമാണ് ഹിന്ദു മതത്തിലെ അമ്മയെ ബഹുമാനിക്കാൻ ഹിന്ദുക്കളെ കണ്ട് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ഹിന്ദു സുഹൃത്തിന്റെ വീട്ടിൽ പിന്നെ അവസാനിപ്പിക്കാനുണ്ട് സംസാരം. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യ അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ചായ എടുത്ത് വെച്ചിട്ട് അവർ പോയി. അവർ ഡോക്ടറാണ്, ഉദ്യോഗസ്ഥയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഒരു തിരിച്ചു വന്നിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടി ഇരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം വികാരഭരിതനായ സമയം അവർ വന്നിട്ട് ഭർത്താവായ എൻ്റെ സ്നേഹിതന്റെ കാലത്തിൽ നമസ്കരിച്ചു. നിങ്ങൾക്ക് ഇതിനെന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം, നിങ്ങളുടെ ഫെമിനിസത്തിൽ. ഞാൻ അവരുടെ പോയി ഇത്ര ചെയ്തിട്ട് പോയി. ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് നടന്നത്. അവർ പോകുന്ന ഞാൻ കണ്ടതാണ്. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അവളെന്നും അങ്ങനെ പോകുമ്പോൾ ചെയ്തിട്ടാ പോവുക. ഇന്ന് അവൾ മറന്നതാണ്, അവൾ തിരിച്ചു വന്നു. ഞാൻ സാക്ഷിയായി. ഈ തൃശ്ശൂരാണ്, തൃശ്ശൂർ പട്ടണത്തിലാണ് ഈ വീട്. കാലത്തിൽ മനുഷ്യന്റെ കാര്യത്തിൽ ആരും വീഴണമെന്നുള്ള വിശ്വാസക്കാരനല്ല ഞാൻ. പക്ഷേ അത് ഹിന്ദുക്കൾ ചെയ്യുന്നു. തിരുനബിയുടെ ഒരു വചനമുണ്ട്, മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ ഞാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഞാൻ പത്നിയോട് പറയുമായിരുന്നു ഭർത്താവിന്റെ സാഷ്ടാംഗം നമിക്കുക എന്ന്. ഞാനത് കൽപ്പിക്കാത്തത് മനുഷ്യനെ നമസ്കരിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനത്തെ ചില സംഗതികളുണ്ട്. അതൊക്കെ എഴുതാവുന്നതിന് മുമ്പ് ഉണർന്ന് പ്രവർത്തിക്കാനിടയാകട്ടെ. സംഘടനകൾ, സമൂഹങ്ങൾ, ഇതെല്ലാവരുടെയും പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം കഴുത്തിലെ കത്തി വായിച്ച ഒരു മാതാവിന്റെ ചിത്രം പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. എനിക്കൊരാൾ അയച്ചിരുന്നു. അത് മൊബൈൽ ഇത്ര ഉപയോഗിക്കണമെന്ന് ചോദിച്ച മാതാവിന് മകൻ കൊടുത്ത ശിക്ഷയുണ്ട്, കത്തി. അമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യം ബഹുമാനിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അമ്മ എന്ന് പറഞ്ഞ് ബഹുമാനിക്കാൻ പാടില്ല. ആ സ്ത്രീ ഗർഭം ചുമന്നതാണ്, അത് ആ സ്ത്രീയുടെ കാമമാണ്. ആ സ്ത്രീ ഒരാളുമായിട്ട് ഇണചേർന്നതാണ്. അമ്മ എന്ന് പറയുന്ന സ്ത്രീ അവളുടെ സെക്സിന് വേണ്ടി ഒരാളോട് ഇണചേർന്നു. അവൾ ഗർഭം ചുമന്ന് എല്ലാം പ്രസവിച്ചു. ഇതൊക്കെ ഞാൻ പറയുന്ന നടത്തുന്ന ഇപ്പോഴത്തെ പ്രചാരണങ്ങളാണ്. അതിന് അമ്മ എന്ന് പറഞ്ഞിട്ട് അവളെ ബഹുമാനിക്കണം. ഞാനൊരു ദിവസം എൻ്റെ സ്നേഹിതൻ, അതാണ് എൻ്റെ ഈ സംസാരത്തിൻ്റെ അവസാന ഭാഗം. ബന്ധുബോധമെന്നുള്ള ശങ്ക എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. എം.ടി. വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, നേരും വെളിച്ചവും ശബ്ദവും വെളിച്ചവും ചേർത്തുകൊണ്ട് സൂര്യ കൃഷ്ണമൂർത്തി ചെയ്തിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ട് ഞാൻ പോയി മലപ്പുറം കൊണ്ടുവന്നു. വല്ലാത്തൊരു സംഭവമാണ്.
കഥാപാത്രങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. എം ടിയുടെ ഒരു കഥാപാത്രം രംഗത്തില്ല, ശബ്ദത്തിൽ മാത്രമേ ഉള്ളൂ. അത് അമ്മയാണ്. എം ടിയുടെ കഥകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, എം ടിയെ ഗർഭം ചുമന്നപ്പോൾ ആളുകൾ പറഞ്ഞത്ര ഈ കുട്ടിയെ കളഞ്ഞേക്കും അമ്മയ്ക്ക് അസുഖം പിടിച്ചപ്പോ ആ അമ്മ. പക്ഷെ ഈ ശബ്ദത്തിലൂടെ കൃഷ്ണമൂർത്തി അവതരിപ്പിച്ച അമ്മ വളരെ കരുത്തായിരുന്നു. ആ കഥാപാത്രത്തിൽ വളരെ ഏതൊരു നടിയാണ് അതിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അവതരണം വല്ലാതെ മനസ്സിനെ ക്യാച്ച് ചെയ്യും. അതുകൊണ്ട് എന്നത് ഹോണ്ട് ചെയ്യും. അന്ന് രാത്രി മുഴുവൻ എന്നത് എൻ്റെ തലയിൽ ആ ശബ്ദങ്ങളെ ഞാൻ അന്നത് മടങ്ങുമ്പോൾ മലപ്പുറത്ത് പോകുമ്പോൾ തന്നെ നെട്ടി വിളിച്ചു. എനിക്കതൊന്നും പറയണം തോന്നി. അതിൽ ഏറ്റവും അധികം മനസ്സിനെ സ്പർശിച്ചത് അമ്മയാണെന്ന് പറയണം തോന്നി. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെയോട് പറഞ്ഞു എനിക്കൊന്ന് കാണണം, കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. സമുദായം നാളെ തന്നെ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ കോഴിക്കോട്ട് പോയി. ചെന്നപ്പോൾ വീട്ടിൻ്റെ വരാന്തയിൽ തന്നെ ഇരിക്കണം. ആ സമയത്ത് ഒരു പുസ്തകം എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതിൽ എൻ്റെ പേരൊക്കെ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെന്ന പാടെ ഒന്നും പറയാതെ ഈ പുസ്തകം എൻ്റെ കയ്യിൽ വെച്ചു. ചെറിയ പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അമ്മയ്ക്ക് ഞാനിത് പറയാൻ പോയിരിക്കുന്നത് എൻ്റെ തലേന്നുണ്ടായ അമ്മ അനുഭവം. ഞാനിതെല്ലാം ആരും എപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മറിച്ചു നോക്കുമ്പോൾ ആദ്യം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കണ്ടു. അമ്മയുടെ പഴയ ഒരു മങ്ങിയ ചിത്രം. അമ്മയെക്കുറിച്ച് പലപ്പോഴായി എഴുതിയതെല്ലാം കൂടി ചേർത്ത് പുസ്തകമാക്കിയതാണ്. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ തലേന്നുണ്ടായ എൻ്റെ അനുഭവം പറഞ്ഞില്ല. ഞാൻ എന്തിനാ വന്നതെന്നും പറഞ്ഞില്ല. ഞാൻ ഈ പുസ്തകം വാങ്ങി കുറച്ച് നേരം എൻ്റെ ഒക്കെ ഇരുന്നിട്ട് ഞാൻ മടങ്ങിക്കൊണ്ടു. ഇന്നലെ എം ടിയുടെ വീട്ടുമുറ്റത്ത് മെലിഞ്ഞാണ് കൂടല്ലൂരിൽ ഒരു അനുസ്മരണ സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ എം ടിയുടെ അമ്മയെ പറ്റിയിട്ട് പറഞ്ഞു. എം ടിയുടെ അമ്മ ഒരു മുസ്ലിം കുടുംബത്തിനെ വീട്ടിൽ പാർപ്പിച്ച ഒരു കഥയുണ്ട്. വെള്ളപ്പൊക്കം വന്നു. നമ്മളൊക്കെ ജീവിതത്തിൽ സ്ഥിരല്ലേ. എൻ്റെ വീട്ടിൽ സരോജിനി, ഉണ്ണുമേനി, പാർവതി ഞങ്ങളവിടെ എൻ്റെ ഉമ്മയുടെ സ്ഥിര അതിഥികളായിരുന്നു. സ്ഥിരം. ഞാനിത് പറഞ്ഞപ്പോഴാലും കൂടി സദസ്സിലേക്ക് ചൂണ്ടി കുഞ്ഞിക്കാന്ന്. ഞാൻ പറയണ ആമിനമ്മയുടെ മകൻ കുഞ്ഞിക്ക അവിടെ ഇരിക്കുകയാണ്. കൂടല്ലൂരിൽ എം ടിയുടെ വീട്ടുമുറ്റത്തെ സദസ്സിൽ കുഞ്ഞിക്ക എഴുന്നേറ്റുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചു. ഞാൻ മാറി എൻ്റെ മൈക്ക് അദ്ദേഹത്തിന് കൊടുത്തു. ആ കഥ മുഴുവൻ അദ്ദേഹം പറഞ്ഞു. ഞാൻ മരിച്ചെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഞാൻ കുട്ടിയായിരുന്നു. എം ടിയുടെ വീട്ടിലേക്ക് എത്തി. എം ടിയുടെ അമ്മ. ഇതൊക്കെയാണ് ജീവിതം, ഇതൊക്കെയാണ് സമൂഹം. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള മഹത്തായ സംരംഭങ്ങൾ നിലനിൽക്കട്ടെ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് പൊന്നാനിയുണ്ട്, ഇത് കോട്ടക്കലുണ്ട്. ഞാൻ കോട്ടക്കലാണ്. ഇതെല്ലായിടത്തും ഉണ്ട്, ഇത് ഉള്ളിടത്തൊക്കെ ഉണ്ട്. ഞാൻ പൊന്നാനിക്കാരനാണെന്ന് പറയാം. എൻ്റെ ഉമ്മ പൊന്നാനിക്കാരിയാണ്. എൻ്റെ ഉമ്മ സൈനിക മഹബൂബിൻ്റെ പരമ്പരയിലാണ്. എൻ്റെ ഉമ്മയുടെ പപ്പാരൊക്കെ മഹദൂമികളായ പണ്ഡിതന്മാരും കാവ്യന്മാരുമായിരുന്നു. ഒറ്റകത്താണ് എൻ്റെ ഉമ്മ. ഉപകാരിക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്താണ്, എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. മാതാ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവ മാനവ സർവേ, സകല മനുഷ്യരും ബന്ധുക്കളാണ്. ഒറ്റ തങ്കത്ത് പറഞ്ഞവരാണ്. അതല്ല
ഓരോ മണ്ണിന് ചില പ്രത്യേകത ഉണ്ടാവും. കോട്ടക്കൽ എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ കയറിയിട്ട് ഇമാം ഖുതുബ നിർവഹിക്കുന്നത് PS വായനയിൽ പണിക്ക് കൊടുത്ത മിമ്പറിലാണ്. 1000 വിജയശാലക്കാർക്ക് വായനയിൽ ഒരു മിമ്പറും ഉണ്ടാക്കി. ഞങ്ങളെ കോട്ടക്കൽ പാലപ്പുറ പള്ളി എന്ന് പറയാം. മലയൊന്നും എന്തൊക്കെ നടക്കും. പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടി കുത്തിപ്പൊക്കും. മലപ്പുറത്തിനെ പറ്റി എന്തെങ്കിലും ഉണ്ടാക്കി പറയാം. കഴിഞ്ഞ ദിവസം എന്താണ് മലപ്പുറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതൊരാൾ പറഞ്ഞിരിക്കുന്ന ഉത്തരേന്ത്യ പറയണ്ട പറഞ്ഞ് നമ്മളെ നാവ് നാശാക്കരുത്. അയൽപക്ക രാജ്യത്തിന്റെ പേര് അവരുടെ രാജ്യത്തിന് പറയണം. സ്വന്തം നാടിനെ അവമാനിക്കലില്ലേ? ഇതാണ് കാലം. വളരെ സൂക്ഷിക്കേണ്ട കാലമാണ്. അതിനിടയ്ക്ക് നമുക്കുള്ള ആശ്വാസമാണ് കടന്നുപോയ MP ഇപ്പോഴും തന്റെ ദൗത്യം തുടരുന്ന KP രാമനുണ്ണിയെ പോലുള്ളവർ. അവരുടെയൊക്കെ സാന്നിധ്യം ഇതുതന്നെയാണ്. ഇതൊക്കെ ഒന്നാണ്. രാമനുണ്ണി ഞാൻ ഒന്നിച്ചിരിക്കുമ്പോൾ എനിക്ക് ഞങ്ങളുടെ ഇടയിൽ എന്താ ഒരു അകൽച്ച ഞാൻ നോക്കിയിട്ടൊന്നും കാണില്ല. ശ്രീ രാമനുണ്ണിയുടെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ വിശ്വാസത്തിലുണ്ട്. ആയിക്കോട്ടെ, ചില അഭിപ്രായങ്ങളുണ്ടാവും. ആയിക്കോട്ടെ, വേറെ ഒരുപാട് കാര്യങ്ങൾ യോജിക്കുണ്ടല്ലോ. എൻ്റെ ഈ മുണ്ടാണ് എനിക്ക് തന്നത്. എൻ്റെ മതമല്ല. എൻ്റെ മതം എന്നോട് പറഞ്ഞു, നീ മാനമര്യാദക്ക് വസ്ത്രം ധരിക്കണം. ഇസ്ലാം ഒരു ഡ്രസ് കോഡ് വെച്ചില്ല. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ വിശാലത, അതിന് ഡ്രസ് കോഡില്ല. മുണ്ടെടുത്തോ, പാൻസിട്ടോ, കൊട്ടിട്ടോ, അറബിയിലറിയാൻ അതിട്ടോ എനിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ച പോയിരുന്നു. ഈ ക്രിസ്മസ് ദിവസം നിലമ്പൂരിൽ അച്ഛന്മാർ നിരത്തിയിട്ടുണ്ട് ബഹുമാനിതരായിട്ടുള്ള ക്രൈസ്തവ ഫാദർമാർ. ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഡ്രസ്സും അറബിയുടെ ഡ്രസ്സും തമ്മിൽ വ്യത്യാസം? എന്താണ് കന്യാസ്ത്രീയുടെ തലയിലെ തട്ടവും മുസ്ലിമിന്റെ തട്ടവും തമ്മിൽ വ്യത്യാസം? ഇവിടെ തട്ടന്റെ പ്രശ്നം. എന്നാ പാർലമെന്റിൽ ഇപ്പോഴും ലോക്സഭയിൽ മെമ്പർമാരുണ്ട്, മുസ്ലിങ്ങളല്ല, ഒക്കെ തട്ടിട്ടായിരിക്കും. ഉത്തരേന്ത്യയിലെ ഹിന്ദു സഹോദരിമാരുടെ വേഷത്തിലും ഇങ്ങനെ ഇരിക്കും. അങ്ങനെ പുറത്തോ നോക്കൂ നിങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ മന്ത്രി ഉഷാറായിക്കോട്ടെ സിന്ധ്യാജികളെ തൊപ്പി ഇതുപോലെ ഒരു തൊപ്പി അദ്ദേഹത്തിരിക്കുന്നത് കളർ മാത്രം വേറെയാണ്. ഈ തൊപ്പി എല്ലാവരും ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന എന്നോട് ചിലർ ചോദിച്ചു, ഇതെന്തോ മതത്തിന്റെ ഒക്കെ വലിയ സാധനമാണ്. മതത്തിന്റെ സാധനമാണ്. ഈ ദുബായിൽ കിട്ടേണ്ടത്. ഇത് സൗദി അറേബ്യയിൽ കിട്ടില്ല, ദുബായിൽ കിട്ടില്ല, എവിടെയും കിട്ടില്ല. ഇതൊരു മുസ്ലിം രാജ്യത്ത് കിട്ടില്ല. അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പമല്ലേ വെറുക്കുന്നത് അല്ലെങ്കിൽ എതിർക്കാൻ. ദുബായിലല്ലേ കിട്ടുന്ന പറയാം. ഇവിടെ അമോക്രാ ചെയ്യുന്നുണ്ട്. ഖത്തർ, ദുബായ് ഒക്കെ ഈ ഒരു തൊപ്പിയൊന്നും എനിക്ക് അമോക്രാജി കൊണ്ടുവന്നിട്ടെ. ചാലഞ്ചാണ്. ഐ ചാലഞ്ച്. ഞാൻ വെല്ലുവിളിക്കും. മലേഷ്യ, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, മക്കയിൽ, മദീനയിൽ ഈ തൊപ്പികൾ വാങ്ങി തരുമോ? പക്ഷെ അത് ബോംബെയിൽ കിട്ടും, ഇത് ഡൽഹിയിൽ കിട്ടും, ഇത് അഹമ്മദാബാദിൽ കിട്ടും, ഇത് ലക്നൌവിൽ കിട്ടും, ഇത് ഹൈദരാബാദിൽ കിട്ടും. ഇത് ഇന്ത്യനാണ്, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ. അതുകൊണ്ടാണ് ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലെ പെട്ട കേന്ദ്രമന്ത്രി തോടാറിന് ഞാൻ ഉദാഹരണം കണ്ടതല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ കോടി ചെന്ന് പറഞ്ഞു. അദ്ദേഹം കോഴിക്കോട് ഞാൻ MP കാര്യത്തിൻ്റെ വളരെ സഹായിച്ച ആളാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിന് കോടിക്കണക്കിന് രൂപ മണ്ണ് നിരപ്പാക്കാൻ ഞാൻ ആവശ്യപ്പെട്ട് പാസ്സാക്കി തന്ന ആളാണ്. ഞാൻ തൊപ്പി സാറേ അപ്പോഴത്തേക്ക് കൈ പിടിച്ചമർത്തി സമാധാനിച്ച്, ഈ തൊപ്പി എന്താണെന്ന് അറിയോ? ഇതെന്റെ വല്യച്ഛൻ്റെ തൊപ്പിയാണ്. ഇതെന്റെ അല്ല, എന്റെ ഗ്രാൻഡ് ഫാദറുടെ തൊപ്പിയാണ്. അദ്ദേഹം അണിയുന്ന അതേ സാധനമാണിത്. ഇത് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഫുൾ ടൈം അദ്ദേഹം പാർലമെന്റ് അകത്ത് പുറത്തൊക്കെ തൊപ്പിയാണ്.
അപ്പൊ നിങ്ങൾ എന്ത് പേരിട്ടത്? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? അപ്പൊ മനസ്സിലാക്കിയാൽ ഇതൊക്കെ പരസ്പരം സ്നേഹിക്കാനുള്ള ഉപാധികളാണ്. അതാണ് പൊന്നാനി പഠിപ്പിക്കുന്ന പാഠം, നമ്മുടെ കേരളം പഠിപ്പിക്കുന്ന പാഠം. അതെല്ലാവർക്കും ചൊല്ലി കൊടുക്കണം. അങ്ങനെയാണ് കേരളത്തെക്കുറിച്ച് ഇന്നോളം ഉണ്ടായതിൽ ഏറ്റവും നല്ല പാട്ട് ഭാസ്കരമാഷ് എഴുതിയ ആ പാട്ടാണെന്നാണ് എൻ്റെ ഒരു വിചാരം. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൻ്റെ മ്യൂസിക്കിനെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് മലയാളിയുടെ നെഞ്ച് തുടിക്കും. എഴുതിയത് മുസ്ലിമല്ല, പാടിയത് മുസ്ലിമല്ല, ചിട്ടപ്പെടുത്തിയ സംഗീതജ്ഞൻ മുസ്ലിമല്ല. പക്ഷെ കുറച്ചാ പാട്ടൊന്ന് മുന്നോട്ട് പോയി നോക്കൂ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലു നാലോലപ്പുരയുണ്ട്. അങ്ങനെ പോയി. വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നീലാവുള്ള രാത്രിയിൽ. കേരളത്തിന്റെ പാട്ട് നേരെ കൊണ്ടുപോയിട്ട് ബി ഭാസ്കരൻ ചേർത്ത് വെക്കുന്നത് വലിയ പെരുന്നാളാണ്. അതാണ് കേരളം. ഇവിടെ വലിയ പെരുന്നാൾ വരും, ക്രിസ്മസ് വരും, ഓണം വരും. ഓണത്തിന്റെ ഇഷ്ടംപോലെ പാട്ട്. കേരളത്തിൽ ഏറ്റവും നല്ല 10 മാപ്പിളപ്പാട്ട് എടുത്താൽ അതിൽ എഴുതി വെക്കേണ്ടതാണ് കായലികത്ത്. എഴുതിയത് മുസ്ലിമല്ല, പാടിയത് മുസ്ലിമല്ല, സംഗീതം കൊടുത്തത് മുസ്ലിമല്ല. ആ പാട്ടിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. യേശുദാസ് ജീവിച്ചിരുന്ന കാലത്ത് ആ പാട്ട് രാഘവൻ മാഷ് പാടണം എന്ന് സിനിമ എടുത്ത പരീക്കുട്ടി നിർബന്ധിച്ചതാണ്. സിനിമയുടെ നിർമ്മാതാവ് പരീക്കുട്ടി. യേശുദാസ് അന്ന് നല്ല ഗായകനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊരു നാടൻ കാക്ക പാടുന്ന പാട്ടാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി, അങ്ങനെ പോയി അമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ തണ്ടൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാനെതിരെയും വെയിലത്ത് കയ്യിലും കുത്തി ദി ഭാസ്കരൻ ആദരിക്കപ്പെടട്ടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് കെ പി രാമനുണ്ണിയെ ഇഷ്ടമാണ്, സ്നേഹമാണ്. കെ പി രാമനുണ്ണിയോട് ഇഷ്ടം മാത്രമല്ല, എനിക്ക് സ്നേഹമാണ്. കാരണം ഈ സമ്മിശ്ര സംസ്കൃതിയെ ആഘോഷിക്കുന്ന മലയാളത്തിൻ്റെ എഴുത്ത് വസന്തമാണ് കെ പി രാമനുണ്ണി. അതേ വക്താവാണ്. അത് ധീരമായിട്ട് പറയും. വാമൊഴിയിലും വരമൊഴിയിലും. സമതായനം മഹാനായ എം പി ഒരിക്കൽ എന്നെ കുറിച്ച് പറഞ്ഞു, ഞാൻ ചെറിയ മനുഷ്യനാണ്, സമതായി വരമൊഴിയിലും വാമൊഴിയിലും എന്ന് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിലേക്കുള്ള സമ്പാദ്യം. ഇതൊന്നും എൻ്റെ കഴിവല്ല, അവരുടെ മഹത്വമാണ്. കെ പി രാമൻ എം പി ജീവിച്ച കാലത്ത് ഞാൻ ജീവിച്ചത് എൻ്റെ ഭാഗ്യമാണ്, എം പിയുടെ ഭാഗ്യമല്ല. ഒരു കാലത്ത് ജീവിക്കുന്നത് പോലും പുണ്യമാണ്. അങ്ങനെ മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മ. അപ്പൊ കൈവിട്ടതൊക്കെ ഇല്ലേ ഭാസ്കര മാഷ്? അത് രാഘവ മാഷ് പാടണം എന്നുള്ളത് പരീക്കുട്ടിയുടെ നിർബന്ധമായിരുന്നു. ആണ് ആ പാട്ടിന്റെ വിജയം. കായലീകത്ത് രാഘവ മാഷ് മരിച്ചിട്ട് വളരെ കുറച്ച് ആൾക്കാരെ പോയുള്ളൂ. ഞാൻ പോയിരുന്നു തലശ്ശേരിയിൽ സംസ്കാര ചടങ്ങിൽ. സിനിമക്കാരൊന്നും അടുത്ത് നോക്കിയില്ല.
അദ്ദേഹത്തിന്റെ കുടുംബത്തിലും മക്കൾക്കൊക്കെ വേദന ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇതിന്റെ ഭർത്താക്കളായിരുന്നു. ആ ശബ്ദമൊക്കെ വഴങ്ങുമ്പോഴേക്ക് ഏതോ ഒരു പീഡികത്തിന്റെ ഇരുന്നിട്ട് കോലായി ഇരുന്നിട്ട് ഏതോ ഒരു കാക്ക, അപ്പൊ യേശുദാസിന്റെ പട്ടുപോലുള്ള സ്വരമല്ല, രാഘവ മാഷിന്റെ ഫോക്കലോർ സ്വരമാണ്, ചൊവ്വയുള്ള സ്വരമാണ്. അതിന് ചേരുക എന്ന് പരീക്കുട്ടിക്ക് തോന്നി. സിനിമ എടുത്ത പരീക്കുട്ടിക്ക് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സുഗന്ധമാണ്. അത്രേ ഉള്ളൂ പൊന്നാനി, അത്രേ ഉള്ളൂ കോട്ടയ്ക്കൽ, അത്രേ ഉള്ളൂ കേരളം, അത്രേ ഉള്ളൂ ഇന്ത്യ. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചെറുതാൻ ഒരുപാടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. കേരളം ഇന്ത്യയുടെ ഗസൽ, ഇന്ത്യയുടെ കവിത, ഇന്ത്യയുടെ കവ്വാലി, തുമ്പരി, ഹയാൽ എല്ലാവരും കൂടി ഉണ്ടാക്കിയത്. അതിനെ ആഘോഷിക്കാനുള്ളവരൊക്കെ അതിനെതിരെ വലിയ വെല്ലുവിളികളുണ്ട്, ചെറുക്കണം. അതാണ് പറയാൻ ശ്രമിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പൊന്നാനി ഈ ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്മ നടന്നുകൊണ്ട് ഈ പുസ്തകം ബഹുമാനപ്പെട്ട CS അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ നല്ലൊരു സംരംഭമാണ്. ചരിത്രം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ ഇടവരട്ടെ. പ്രാദേശിക ചരിത്രം ടി. അബ്ദുറഹ്മാനോടുണ്ട്. അദ്ദേഹം ഒരുപാട് പൊന്നാനിയെ പുസ്തകത്തിലുണ്ട്. ഇതൊക്കെ പറയണം, പറഞ്ഞില്ലെങ്കിൽ നാളെ ആർക്കും മനസ്സിലാവില്ല. പുതിയ തലമുറക്ക് ഒരു ഏതാണ്ടാണ്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ വേറെ ലോകത്താണ്, അവരുടെ ലോകത്തല്ല. പുതിയ തലമുറ വേറെ ലോകത്താണ്, അതവരെ കുറ്റമില്ല. ഇന്നലെ ഞാൻ ഒരു സ്കൂളിലെ പരിപാടിക്ക് പോയി പ്രസംഗിക്കണം. ഒരു 10-20 കുട്ടികളുടെ മുമ്പിൽ നിന്നിട്ട് കലവലുണ്ടാകും. അവർ യോഗത്തെ ഒട്ടും പരിഗണിക്കുന്നേയില്ല. അവർ വട്ടത്തിൽ തൊട്ട് മുമ്പിലാണ് ഇരിക്കുന്നത്. എന്നാൽ ആരെങ്കിലും പോയി പറയണ്ടേ ഈ കുട്ടികളോട്, മക്കളെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കും? ഒരാളും പറയണില്ല. അപ്പൊ ഞാൻ തന്നെ ആ ജോലി ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞ മക്കളെ, ഞാനിവിടെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുത്. നമ്മൾ ശബ്ദം ഉണ്ടാക്കി ഞാൻ പറയണ ഇങ്ങനെ സദസ്സിൽ വന്ന് എല്ലാവരും ഒരുപാടില്ല. കുട്ടികൾ എൻ്റെ ഒറ്റ വാക്കിന്റെ പോകുന്നു, എല്ലാവരും നിശബ്ദരെ. സൂചി വീണാക്കൾക്ക് നിശബ്ദത വന്നു. 1.5 മണിക്കൂർ പിന്നെ ഞാൻ സംസാരിച്ചു. കുട്ടികൾ അങ്ങനെ തന്നെ ഇരുന്നു. അവരെ ഞാൻ അഭിനന്ദിച്ചു. അവരെ ഞാൻ മടങ്ങുമ്പോൾ സ്റ്റേജിലേക്ക് വിളിച്ചു. അവരെ ഞാൻ കൂട്ടിച്ചേർത്ത് പിടിച്ചു. അവരൊപ്പം ഞാൻ ഫോട്ടോ എടുത്തു. ഞാനില്ല, ആരെ ഫോട്ടോ എടുത്തു. അപ്പൊ ഇന്നലെ പത്രത്തിലുണ്ട്, ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ അല്ല, ഞാൻ അവരൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. ആ ചടങ്ങിന്റെ ഫോട്ടോ ഇട്ട് പത്രത്തിൽ വന്നിരിക്കുന്നത്. ഈ പുതിയ തലമുറയുടെ ലോകം അത് വെറും മയക്കുമരുന്നാകാതിരിക്കട്ടെ, അത് വെറും മൊബൈലാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വേദിയിലുള്ള എല്ലാവരുടെയും, ഇതിൻ്റെ സംഘാടകരും എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോട് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് പുരസ്കാരം വാങ്ങുന്ന ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളെ, പ്രത്യേകിച്ചും മാധ്യമ സാഹിത്യ പുരസ്കാരം നേടുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഫാറൂഖ് വെളിയങ്കോടിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സാഹിത്യത്തിൽ പുരസ്കാരം നൽകുന്ന സീനത്ത് അഭിനന്ദിക്കുന്നു. സീനിയർ പത്രപ്രവർത്തകനായ പ്രദീപ് കുമാറിനെ അഭിനന്ദിച്ചുകൊണ്ട് സമദാനി സാർ